MLA M. വിജിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് KGNA നടത്തിയ മാർച്ചിൽ MLA വിജിൻ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. MLAയോട് പെരുമാറേണ്ട രീതിയിലല്ല പോലീസ് പെരുമാറിയത്. പോലീസ് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതായും LDF കൺവീനർ പറഞ്ഞു. അർജുൻ PS നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ, കല്യാശ്ശേരി MLAയെ ന്യായീകരിച്ച് LDF കൺവീനർ വന്നിരിക്കുന്നു. തീർച്ചയായും പാർട്ടി MLA ആണ്, അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ടി വരും. പക്ഷേ പോലീസിനോട് MLA നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ്. തീർച്ചയായും അനു, ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അതായത് LDFന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നിലപാടുണ്ടാകുമെന്ന് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തു നിന്നും. കാരണം അവരുടെ ഒരു MLAക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് കളക്ടറേറ്റിലേക്ക് നേഴ്സസ്മാര് ഒരു പ്രകടനം നടത്തുന്നു. അത് കളക്ടറേറ്റും കഴിഞ്ഞ് കളക്ടറേറ്റിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഒരു MLA ആണ്, അതായത് കളക്ടറേറ്റിന്റെ ഉള്ളിൽ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന് അറിയാവുന്ന ഒരു MLA ആണ്. അദ്ദേഹം അവിടെ എത്തുന്നു, പിന്നീട് ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പിന്നീട് പോലീസുകാർ വന്ന് അത് തടയുകയും അദ്ദേഹത്തിന്റെ മൈക്ക് തട്ടിപ്പറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നീങ്ങുകയും ചെയ്യുന്നു. പിന്നീടാണ് ഒരു വനിതാ പോലീസ് വന്ന് അദ്ദേഹത്തോട് പേര് ചോദിക്കുന്നു. ആ പേര് ചോദിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അത് തിരിച്ച് അവരോട് ചൂടാവുകയും ചെയ്തിരുന്നു. തങ്ങൾ എവിടുത്തെ പോലീസാണെന്ന് ചോദിച്ചുകൊണ്ടൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയാണ് അവരോട് അതിശയപരമായിട്ട് ഇദ്ദേഹം സംസാരിച്ചത്. അതിനുശേഷം പിന്നീട് വന്ന SIയോടും ഇയാൾ കയർക്കുകയുണ്ടായി. അത് ഇവർ രണ്ടും പിന്നീട് ഒരു കയർത്ത് വലിയ അന്തരീക്ഷം, വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് മാറുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. അതേ തുടർന്ന് ഇന്ന് രാവിലെ ഇവർ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷെ MLA ഒഴിവാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് മറ്റുള്ള കണ്ടാലറിയാവുന്ന ഒരു 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ MLA ഒഴിവാക്കിയിരുന്നു. പക്ഷെ വീണ്ടും MLA കണ്ടാൽ വീണ്ടും പോലീസിനെ അറിയില്ല എന്നാണോ അർജുൻ? ഇന്നലെയും അത് പറഞ്ഞായിരുന്നല്ലോ പ്രശ്നത്തിന് തുടക്കം. തീർച്ചയായും നമുക്ക് അങ്ങനെ വേണം അനുമാനിക്കാൻ. അതായത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറിയില്ല എന്ന് പറയുന്ന പോലീസ് ചിലപ്പോൾ FIRൽ പേരെഴുതാത്തത് ചിലപ്പോൾ അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ പേരറിയാത്തത് കൊണ്ടായിരിക്കാം. അത്തരത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. തികച്ചും ഭയങ്കര രസകരമായ രീതിയിലാണ് ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വീണ്ടും പോലീസിനെതിരെ, അതായത് പോലീസ് അവർക്കൊരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടും ആ പോലീസിനെതിരെ ഈ LDFന്റെ ആൾക്കാരടക്കം അല്ലെങ്കിൽ CPMന്റെ ആൾക്കാരടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പോലീസിനെതിരെ ശരിയായിട്ടില്ല, MLAയോട് പോലീസ് കാണിച്ചത് തെറ്റാണെന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് EP ജയരാജൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറയുന്നത്. വീഴ്ച മറച്ചു വെക്കാൻ പ്രകോപനമുണ്ടാക്കിയത് പോലീസാണെന്നും പറയുന്നു. അതായത് ഇവർ ഗേറ്റിനകത്തേക്ക് കിടന്നപ്പോൾ പോലീസിന്റെ കയ്യിൽ തീർച്ചയായിട്ടും വീഴ്ചയുണ്ട്. അതായത് അകത്തേക്ക് കിടന്നപ്പോൾ അവിടെ കൃത്യമായിട്ട് കാവൽക്കാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സമരമോ പ്രകടനമോ ഉണ്ടാകുമ്പോൾ കൃത്യമായി പോലീസുകാരുണ്ടാവണം. ആ ഒരു കാര്യം സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് MLA ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ന്യായീകരിക്കുന്നത്. അതുപോലെ തന്നെ EP ജയരാജനെ ന്യായീകരിക്കുന്നത്. പക്ഷെ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ അകത്തേക്ക് ചെല്ലുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് കളക്ടറേറ്റിന്റെ ഉള്ളിലേക്ക് അത്തരത്തിൽ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല എന്നുള്ളത്. അത് ചോദ്യം ചെയ്ത പോലീസിനെതിരെയാണ് വിജിൻ കഴിഞ്ഞ ദിവസം MLA വിജിൻ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു ആക്രോശം നടത്തിയത്. അതായത് അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രോശം നടത്തി. എന്നിട്ട് പോലീസ് കേസെടുത്തില്ല. പോലീസ് കേസെടുക്കാതെ MLAക്കെതിരെ കേസെടുക്കാതെ ഇവർക്കെതിരെ കേസെടുക്കുന്നു. അതായത് ഈ നേഴ്സുമാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇപ്പോൾ മാത്രം കണ്ടിട്ടുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണർ വന്നപ്പോൾ ആർഷോ അടക്കമുള്ള SFI നേതാക്കൾ ആർഷോ അടക്കമുള്ളവർ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് ഇവരെ പിടികൂടുകയും പിന്നീട് വലിയ രീതിയിൽ സാന്ത്വനിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നവകേരള യാത്രയെ തുടർന്ന് DYFIക്കാരടക്കം പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയ DYFIക്കാരെയും തലോടിക്കൊണ്ടാണ് പോലീസ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ അവിടെയാണ് അർജുൻ സംശയങ്ങൾ ബാക്കിയാവുന്നത്. കാരണം കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി പോലീസ് എന്ന് LDF കൺവീനർ പറയുമ്പോൾ ഏത് തരത്തിലുള്ള കൃത്യനിർവഹണമാണ് അപ്പോൾ സംസ്ഥാന പോലീസിന്റെ പക്കൽ നിന്ന് CPMും LDFും പ്രതീക്ഷിക്കുന്നു എന്നതുകൂടിയാണ്. ഈ നവകേരള സദസ്സിൽ ഇപ്പോൾ അർജുൻ ചൂണ്ടിക്കാട്ടിയ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഉയർന്നു വരേണ്ടത്. കാരണം യൂത്ത് കോൺഗ്രസ് ഈ കരിങ്കൊടി പ്രതിഷേധം അല്ലെങ്കിൽ യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധത്തിലൊക്കെ പോലീസ് എപ്രകാരമാണ് നടപടി സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലൂടെ തത്സമയമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം രക്ഷാപ്രവർത്തനം
പ്രവർത്തനം മാത്രമായിരുന്നു, പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി എന്നൊക്കെ പ്രകീർത്തിച്ചതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF കൺവീനർ അടക്കമുള്ള CPM നേതാക്കൾ എല്ലാവരും തന്നെ. ആ ഒരു വിഷയം നിലനിൽക്കെ ഇനി അതും പോട്ടെ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിപക്ഷം നടത്തിയ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യവേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ നേരെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചപ്പോഴൊക്കെ അവർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല, അവർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു. MLA പേര് ചോദിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ഈ പോലീസ് വേണ്ടാത്തവരാവുന്നത്? തീർച്ചയായും പേര് ചോദിക്കുക മാത്രമല്ല, അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ചു എന്നാണ് വിജിൻ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വിജിൻ MLA ആണ് അങ്ങോട്ട് കൂടുതലായി കയർത്ത് സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് പോലീസിനോട് നിങ്ങൾ എവിടുത്തെ പോലീസാണ്, എങ്ങനെയാണ് പോലീസ് ആയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ പോലീസിനോട് ചോദിച്ചത്. കൃത്യമായി തന്നെ ആ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയത് MLA ആണെന്ന് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, MLA ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ MP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിരിക്കും. ഇനിയും ചിലപ്പോൾ നേതാക്കന്മാർ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു MLA ന്യായീകരിച്ചുകൊണ്ട് പോലീസിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ആരുടെ പിഴവാണെന്ന് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വകുപ്പുമാണ്. അത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ആകട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നില്ല? ഇത്തരത്തിൽ ഫേവർ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കാടത്തം കാട്ടുന്ന പോലീസുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടെ ഉയർന്നു വരികയാണ്. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ പോലീസുകാരെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും മറുവശത്ത് MLA ഉള്ളത് കൊണ്ട് തന്നെ MLA ആദ്യം സംരക്ഷിക്കുക എന്ന തരത്തിലുള്ള സമീപനമാണ് ഇപ്പോൾ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് CPM കൺവീനർ ആയാലും മറ്റുള്ളവരായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് അർജുൻ ദയവായി തുടരുക. ഇപ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഈ വിജൻ MLA വളരെ മോശമായി പോലീസ് പ്രതികരിച്ചു എന്നാണ് LDF കൺവീനർ പറയുന്നത്. താങ്കൾ ഇന്നലെ കണ്ണൂർ കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചിൽ എപ്രകാരമാണ് വിജൻ MLA പോലീസിനോട് തട്ടിക്കയറി എന്നത് കണ്ടിട്ടുണ്ടാവും. പിണറായി വിജയന്റെ പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുതെന്ന് വരെ MLA പോലീസിന് താക്കീത് നൽകുകയുണ്ടായി. പക്ഷേ ഇന്ന് തിരികെ LDF കൺവീനറുടെ വാക്കുകളും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിണറായി വിജയന്റെ പോലീസാണ് സൂക്ഷിച്ചോണം എന്ന് വിജയൻ പറയുന്നത് വിഷ്വലിൽ കേട്ട ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ പിണറായി വിജയന്റെ പോലീസിൽ പോലും കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അനുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കേരള ജനസമൂഹത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുകയാണ്. ഒന്ന്, ഇതിന് ആനുകൂല്യം പറ്റുന്ന ഒരു പറ്റം ആളുകൾ, നിയമം അവരുടെ വഴിക്കാണ് പോകുന്നത്, അവർ നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല, നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കുന്നുമില്ല. സ്വന്തം താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ആളുകൾക്കും പരിരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള ജനസമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങൾ ഇതിനെ കണ്ടില്ല എന്നൊട്ടും നടിക്കത്തുമില്ല. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ, ഈ LDF കൺവീനറുടെ വാക്കുകൾ കൂടിയാണ് ഈ തമാശയായി തോന്നുന്നത്. സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രമാത്രം പ്രബലമായ ഈ ഒരു കാലത്ത് നമ്മൾ ദൃശ്യങ്ങൾ തത്സമയം എത്തിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ കൃത്യവിലോപമുണ്ടായി എന്നൊക്കെ LDF കൺവീനർ വിലപിക്കുന്നത്. നവകേരള സദസ്സിനിടയിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് താങ്കളെ ഓർപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. എപ്രകാരമായിരുന്നു പ്രതിപക്ഷത്തിനെയൊക്കെ ഈ പിണറായി വിജയന്റെ പോലീസ് എപ്രകാരമായിരുന്നു പെരുമാറിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഏകപക്ഷീയമാണ് ഇവരുടെ സമീപനം. ഒരു പോലീസിനെ തല്ലിയാലും പോലീസിന്റെ കൂട്ടോട് കൂടി മറ്റാരെയും തല്ലിയാലും എല്ലാം കട്ടാലും കട്ടില്ലേലും പ്രതി ഒന്ന് തന്നെയാണ്. ഈ രൂപത്തിലാണ് കേരള ജനസമൂഹം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നീതിബോധമുള്ള ആളുകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു രക്ഷയുമില്ലാത്ത മണ്ണായി കേരളം വന്നുപെട്ടിരിക്കുകയാണ്. ഈ ഒരു അപച്യുതി മാറ്റണമെങ്കിൽ ജനങ്ങൾ സംഘടിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഒന്നുകൂടി, ഈ പോലീസ് ഇപ്രകാരം മോശമായി പെരുമാറി എന്ന് LDF കൺവീനർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് നേരെ ആയിരിക്കും ചോദ്യചിഹ്നം ഉയരുക. ആഭ്യന്തരം തീർത്തും പരാജയം എന്നുകൂടി നമ്മൾ വായിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമാണ്. കാരണം വൈക്കേറിയസ് ലയബിലിറ്റി ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ, താഴത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ ഒരു നടപടി എടുത്താൽ ആ നടപടിക്ക് അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പരസ്യമായി എതിർക്കാതിരിക്കുന്ന
ഭരണകർത്താവ് അതിന് ഉത്തരവാദിയാണ്. അതിനാണ് നിയമത്തിൽ വൈക്കേറിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ആ വൈക്കേറിയസ് ലയബിലിറ്റി വന്നാൽ സ്വാഭാവികമായിട്ടും ഇതില് മറ്റൊരു രൂപത്തിലേക്കല്ലേ കേസ് പോകേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയിച്ചത്. തിരികെ അർജുനിലേക്ക്. അർജുൻ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അർജുൻ, ശ്രീ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ്, സംസ്ഥാന സർക്കാർ പുലർത്തുന്ന ഇരട്ടത്താപ്പ് എന്നത്. ഈ പ്രത്യേകിച്ചും LDFന്റെ CPMന്റെ നയം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പാർട്ടിക്കാരെ സംരക്ഷിക്കുക, പാർട്ടിയോട് കൂറുള്ളവരെ അരികെ ചേർക്കുക, ബാക്കിയുള്ളവർ കടക്കുപുറത്ത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ മുകളിൽ നിന്നുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നവകേരള സദസ്സിലായാലും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ നവകേരള സദസ്സിനെതിരെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ പ്രതിഷേധിച്ച UDF പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ നേതാക്കന്മാർ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്ത പോലീസ് അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്ത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. ഇത്തരത്തിലുള്ള വീഴ്ചകളെയൊക്കെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരുന്നത്. അതായത് ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ്, ആ പോലീസുകാർ മറുവശത്ത് ചെയ്തത് അവരുടെ ഡ്യൂട്ടിയാണ് എന്ന തരത്തിലുള്ള ന്യായീകരണമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ MLAയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവിടെ തെറ്റുകാരനായിരിക്കുന്നത് ആ പോലീസുകാരാണ് എന്ന തരത്തിലുള്ള ന്യായീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ രീതിയിലുള്ള മറുകണ്ഠം ചാടുവാനുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിൽ കാര്യങ്ങളെ വളച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ CPMനും ഉണ്ടെന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. അതായത് രണ്ട് സമയസ്ഥലത്തും തെറ്റുകൾ ഇവർക്ക് വരുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളപൂശാനുള്ള ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ വീഴ്ചകൾ ഗുരുതരമായി ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ നിന്നും ഇവരുടെ ആളുകളുടെ അടുത്തു നിന്നും ഇത്തരത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടാകുമ്പോഴും രണ്ടുപേരെയും ന്യായീകരിച്ചുകൊണ്ട് രണ്ടുപേരെയും തലോടിക്കൊണ്ട് പോകുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ MLA ആയതുകൊണ്ട് മാത്രം ഇവരുടെ MLA ആയതുകൊണ്ട് മാത്രമാണ് പോലീസിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു സംസാരത്തിനും ഇവർ ഇടവരുത്തിയത്. അല്ലായിരുന്നെങ്കിൽ മറ്റൊരു MLA അല്ലെ മറ്റൊരു ഭരണകക്ഷിയുടെ MLAയോ മറ്റ് പ്രതിപക്ഷത്തിന്റെ MLAയോ അങ്ങനെയുള്ള MLAമാരായിരുന്നെങ്കിൽ പിന്നീട് ഇവരുടെ വാദം മറ്റൊന്നായിരിക്കും. അതായത് MLA ആണ് കയർത്ത് സംസാരിച്ചത് എന്നുള്ള വാദവുമായിട്ട് ഇവർ മുന്നോട്ട് വന്നേക്കാം. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാരന്റെ അടുത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടും അതിനെ ഒന്ന് തിരുത്തുവാൻ പോലും തയ്യാറാകാതെ പോലീസിനെതിരെ കൃത്യമായി തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് EP ജയരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും മുതിർന്ന നേതാക്കൾ അടക്കം ഇത്തരത്തിൽ ന്യായീകരിക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും മാത്രമല്ല ഇത്തരത്തിൽ DYFI പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും അടക്കം ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നതിൽ ഉത്തരവാദി ആരാണെന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നവകേരള സദസ്സിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഒരു ദണ്ട് ഉപയോഗിച്ച് അവിടെയുള്ള സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അടിച്ച് അവശരാക്കിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു വിരൽ അനക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നീട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെയും ആ ഗൺമാനെ അറസ്റ്റ് ചെയ്യുവാനോ അവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമോ ആയിട്ട് വേണം നമുക്കതിനെ കരുതാൻ. അതായത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുകയും എത്ര തെറ്റുകൾ ചെയ്താലും അതിനെയൊക്കെ വെള്ളപൂശുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തൊക്കെ നീങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നവകേരള സദസ്സ് നടക്കുന്ന പരിപാടി നടത്തിയപ്പോൾ സാധാരണ ജനങ്ങൾക്കാണെന്ന് പറയുകയും പിന്നീട് ആ ഒരു പരാതിക്ക് ഒരു തുമ്പുമില്ലാത്ത രീതിയിൽ ആവുകയും ചെയ്തിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് പ്രതിഷേധത്തിന് എത്തുന്നവരെ സ്വന്തം പാർട്ടിയിലുള്ള സഖാക്കന്മാരെയും അതുപോലെ തന്നെ കുട്ടി സഖാക്കന്മാരെയും ഇറക്കിക്കൊണ്ട് അവരെ നേരിടുന്ന ഒരു കയ്യാങ്കളിയിലേക്ക് ഇതിന് ഇടയിൽപ്പെട്ട തൃശങ്കൂലാവുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരും. ശരി, എന്തായാലും കല്യാശ്ശേരി MLA ഒഴിവാക്കിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വാർത്താ പ്രാധാന്യം. അതിനെ ന്യായീകരിച്ച് MLA ന്യായീകരിച്ചും പോലീസിനെ ഇകഴ്ത്തിയും LDF കൺവീനർ കൂടി രംഗത്തെത്തിയിരിക്കുന്നു.